വിപ്ലവ സൂര്യന് അസ്തമിക്കാൻ സമയമായി. ഇനി ജലിക്കുന്ന ഓർമ്മയായി മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം എക്കാലവും ഉണ്ടാവും. താൻ തന്നെ കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനത്തിൻ്റെ താൻ തന്നെ മേൽനോട്ടം വഹിച്ച് നിർമ്മിച്ച പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവസാന സന്ദർശനം നടത്തി. അവസാന സന്ദർശനത്തെത്തി അവിടെ ആയിരക്കണക്കിന് അണികളുടെയും ആരാധകരുടെയും അഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി ഇപ്പോൾ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VSന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒട്ടേറെ പ്രസംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് ഇനി വിലാപയാത്ര പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ പ്രസംഗങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, ഒട്ടേറെ ആവേശകരമായ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് VS ഇനി എത്തുന്നത്. ദൃശ്യങ്ങൾ നോക്കൂ. ഒരു കൊച്ചു കുഞ്ഞാണ് പാർട്ടി പതാകയുമേന്തിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ആ മഴയത്തും ആ പെരുമഴയത്തും നനഞ്ഞൊലിച്ച് തെരുവീതിയിൽ കാത്തിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ പെരുമഴയത്ത് നനഞ്ഞു കുതിർന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട സഖാവിനൊപ്പം അവസാന യാത്രയിൽ അണിചേരുന്നത്. VS അതാണ്, VS എന്താണ് എന്നതിനൊക്കെ കഴിഞ്ഞ 24 മണിക്കൂർ കേരളം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. പ്രതീക്ഷകൾക്കപ്പുറത്തല്ല, ഇതിനേക്കാളപ്പുറത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം VS തന്നെ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിന് അഭൂതപൂർവമായ തന്നെ ജനപിന്തുണയുണ്ട്. ആ അഭൂതപൂർവമായ ജനപിന്തുണയാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വലിയ ചുടുകാട്ടിലെ സംസ്കാര ചടങ്ങുകൾക്കുള്ളത്. അതിനു മുമ്പ് VSനെ ഒരു നോക്ക് കാണാനുള്ള ജനങ്ങളുടെ അണികളുടെ ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഉടനീളമുള്ളത്. ഒട്ടേറെ പേർക്ക് ഇപ്പോഴും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പോലും എത്താറായിട്ടില്ല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ പലരും ഇപ്പോഴും ആലപ്പുഴയിൽ പോലും എത്തിയിട്ടുണ്ടാവില്ല. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ഇതിനകം ദൃശ്യമായിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും എത്തുന്നുണ്ട്. അതായത് ഇന്നലെ മുതൽ തുടങ്ങിയ വിലാപയാത്രയ്ക്കെല്ലാം തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും അകമ്പടി സേവിച്ചിട്ടുണ്ട്. അത്രമേൽ പ്രിയങ്കരനായിരുന്നു VS അവരെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം VSന്റെ വിമർശന സ്ഥലങ്ങൾ ഏറ്റുവാങ്ങാത്ത നേതാക്കൾ പാർട്ടിക്കുള്ളിലും പുറത്തും വളരെ ചുരുക്കമാണ്. പാർട്ടിക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നീതി നിഷേധത്തിനെതിരെ, പാവപ്പെട്ടവർക്ക് വേണ്ടി, ചൂഷണത്തിനെതിരെ, അഴിമതിക്കെതിരെ പടപൊരുതിയ പടവാളാണ് അദ്ദേഹത്തിൻ്റെ നാവ്. ആ നാവിൻ്റെ മൂർച്ച അറിയാത്ത ഒരു നേതാവും പ്രതിപക്ഷത്തില്ല എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ സ്വന്തം പാർട്ടിയിലും ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം കരുത്തനായ ഒരു എതിരാളി, നിശിതമായ വിമർശന സ്ഥലങ്ങൾ കൊണ്ട് അമ്പ് തൊടുക്കുന്ന ഒരു എതിരാളി കൂടിയായിരുന്നു VS. പക്ഷേ അവരെല്ലാം അദ്ദേഹത്തെ എത്രത്തോളം ആദരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു, ആ വാക്കുകൾ എത്രത്തോളം ബഹുമാനത്തോടെ കേട്ടിരുന്നു എന്നതിന് തെളിവ് കൂടിയാണ് കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രീയ കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ അനുഗമിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനും തന്നെ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിലാപയാത്ര എത്തിച്ചേരും. വലിയ ജനത്തിരക്ക് മൂലം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ബസ്സിന് പോലും വലിയ സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. അലർട്ട് വളണ്ടിയർമാർ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആ ബസ്സിനൊപ്പം പോവുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും 2 മണിക്കൂർ സമയമെങ്കിലും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നോക്കൂ, ഈ വഴി ഉടനീളം വഴിയുടെ 2 വശങ്ങളിലുമായിട്ട് ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കുമുള്ള സൗകര്യം ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പാർട്ടി നേതൃത്വം അറിഞ്ഞിരിക്കുന്നത്. സമയം ഇനി അധികം കൊടുക്കാനില്ല. നേരത്തെ വൈകിട്ട് 5 മണിക്കായിരുന്നു മൃതദേഹം സംസ്കരിക്കാനുള്ള സമയമായിട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം കണക്കാക്കിയിരുന്നത്. പക്ഷേ അത് ഇന്നലെ തന്നെ അതിന് കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായിരുന്നു. കാരണം അത്ര വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. എല്ലാ തടസ്സങ്ങളെയും എല്ലാ നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ടാണ്, എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ടാണ്, അതിന് രാത്രിയെന്നോ മഴയെന്നോ ഇരുട്ടെന്നോ ഒന്നും കണക്കാക്കാതെ, ഒന്നിനെയും കൂസാക്കാതെ കേരളത്തിലെ ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷക്കണക്കിന് പേരാണ് VSന്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ആ കണക്കുകൂട്ടൽ പാർട്ടി നേരത്തെ ചെയ്തിരുന്നെങ്കിലും അതെല്ലാം പാളിപ്പോകുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇനിയും അധികം സമയം കൊടുക്കാനാവില്ല. രാത്രി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഉചിതമായ ഒരു അന്ത്യയാത്ര, വിരോചിതമായ ഒരു യാത്രയ്ക്ക് പാർട്ടി കേരളം VS നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര എത്താനുള്ള ശ്രമത്തിലാണ്. അതിന് അവിടെ 2 മണിക്കൂറോളം സമയം പൊതുദർശനം നടത്തിയ ശേഷം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകണം. വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ, വിപ്ലവപുത്രനെ, പുന്നപ്ര വയലാർ സമരസേനാനിയെ, വയലാറിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ,
കേരളത്തിലെ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇന്ത്യയിൽ പോലും ഇത്രയധികം ജനപിന്തുണ ഒരു കാലത്ത് ആർജിച്ചെടുത്ത നേതാവുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന അത്രമേൽ ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ജനകീയനാകണം എന്നതിന് നമുക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയാവുന്ന ഒരേ ഒരു നേതാവ് VS എന്നത് കൃത്യമായി അടിവരയിട്ടുകൊണ്ടാണ്. ഏതായാലും വലിയ ചുടുകാട്ടിൽ ആ ജനകീയ നേതാവിനെ യാത്രയയക്കാനുള്ള തയ്യാറെടുപ്പുകൾ രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടു നടന്ന സഖാവ് P. കൃഷ്ണപിള്ള അന്തിയുറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം അണിചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം പടുത്തുയർത്തിയ ഒട്ടേറെ തലമുതിർന്ന നേതാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണാണ്. അദ്ദേഹത്തോടൊപ്പം പുന്നപ്ര വയലാറിൽ SRCPയുടെ പട്ടാളത്തിനെതിരെ നെഞ്ച് വിരിച്ചുകൊണ്ട് ബുള്ളറ്റുകൾ ഏറ്റുവാങ്ങി, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി മരണമടഞ്ഞ, രക്തസാക്ഷിത്വം വഹിച്ച ഒട്ടേറെ സഹയാത്രികർ അന്തിയുറങ്ങുന്ന മണ്ണ് കൂടിയാണ്. ആ മണ്ണിലാണ് VS അന്ത്യവിശ്രമം കൊള്ളേണ്ടത്. അതുതന്നെയാണ് VSന്റെയും ആഗ്രഹം. ആ ആഗ്രഹത്തോടൊപ്പം തന്നെ പാർട്ടിയും കേരളവും ഒപ്പം നിൽക്കുകയാണ്. പുന്നപ്ര വയലാറിന്റെ രക്തരൂക്ഷിതമായ മണ്ണിലല്ലാതെ VS എവിടെയാണ് അന്തിയുറങ്ങേണ്ടത്? അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. കേരളത്തെ ഏറ്റവും വലിയ ഒരു ചൂഷണത്തിനെതിരെ, അധികാരവർഗത്തിനെതിരെ ഒരു ജനം, നിസ്സഹായരായ ഒരു ജനം VSന്റെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ അണിചേർന്ന പുന്നപ്ര വയലാർ സമരത്തിന്, ആ പകുത്തെടുത്ത രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാം തന്നെ VSന് അവസാനമായി ഒരു മടക്കയാത്ര കേരളം നൽകുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിലാപയാത്ര എത്തും. 2 മണിക്കൂർ സമയം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വഴിയുടനീളം ആളുകൾ മുദ്രാവാക്യം വിളിച്ച് പ്രിയപ്പെട്ട സഖാവിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. കണ്ണേ കരളെ VSA എന്ന് കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേരളം കേൾക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യം അതുമാത്രമാണ്. കണ്ണേ കരളെ VSA, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ്. തീർച്ചയായിട്ടും ഒരു തലമുറകളോളം ഓർമ്മകൾ പങ്കുവെക്കാൻ, പകുത്തു കൊടുക്കാനുള്ള രാഷ്ട്രീയ അനുഭവ സമ്പത്ത് തൻ്റെ മുന്നിലുള്ള സഖാക്കന്മാർക്കും ജനങ്ങൾക്കും പകർന്നു കൊടുത്താണ് VS യാത്രയായിരിക്കുന്നത്. ഈ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവന് വേണ്ടി, പണിയെടുക്കുന്നവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചെന്നെത്താത്ത സമരമുഖങ്ങളില്ല. ഏത് പാതിരാവിലും സമരമുഖങ്ങളിലെത്തുന്ന VS ആ സമരം വിജയിപ്പിച്ച് മടങ്ങുന്ന ചരിത്രം മാത്രമേ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളൂ. കൊമ്പിള്ളി ഒരുമ പോലുള്ള സമരത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും വാതിൽ കൊട്ടിയടച്ചപ്പോൾ ഒരേ ഒരു നേതാവിന് മാത്രം ആ വാതിൽ അവർ തുറന്നു കൊടുത്തു. ആ തോട്ടം തൊഴിലാളികളുടെ മുന്നിൽ പ്രതീക്ഷയുടെ പ്രകാശമായി വന്നത് VS ആയിരുന്നു. അങ്ങനെ ഏതെല്ലാം സമരമുഖങ്ങളിൽ പ്രതീക്ഷയുടെ മുഖമായി VS അണിനിരന്നിട്ടുണ്ട്. അത്രമേൽ ഒരു പ്രതീക്ഷയുടെ പൂമര തണലായിരുന്നു VS എന്ന് പറയേണ്ടി വരും.